ഇന്ന് നമ്മളൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് 4 പൊട്ടറ്റോസ് ആവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ തോല് വെച്ചിട്ടാട്ടോ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇത് നല്ലോണം വാഷ് ചെയ്തെടുത്താലോ. നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൗഡേഴ്സ് ഇടാം. ഫസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത് ചില്ലി പൗഡറാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇടാണ്. കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് പെരുംജീരകത്തിൻ്റെ പൊടി പിഞ്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ഇടാം കേട്ടോ. കിട്ടുമോ? കിട്ടൂലല്ലോ. ഇത് നമുക്കിത് നല്ലോണം കഴിക്കാലോ. കുറച്ച് സോൾട്ട് എല്ലാം ഇതിടും. ചില്ലി പൗഡർ അല്ലെങ്കിൽ അത് കുഴക്കാനും കിട്ടൂല. മതി മതി മതി. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് 5 മിനിറ്റ് അവിടെ തന്നെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തീയിനടുത്തേക്ക് പോകുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം പോവാൻ കേട്ടോ. എനിക്ക് എത്താത്തതുകൊണ്ട് ഞാനിവിടെ കയറി ഇരുന്നതാണ്. എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും ഉണ്ട്. അപ്പോൾ നമ്മളിതേ പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടാക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അവിടെ ചൂടാവാൻ വെക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഈ പൊട്ടറ്റോസ് എല്ലാം നമ്മൾ പാനിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പൊട്ടറ്റോസ് ഒക്കെ ഇതാ ഇവിടെ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് തയ്യാറാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ലഞ്ചിനുള്ളത് ചോറ്, ഇളവൻ കറി, പപ്പടം, പിന്നെ നമ്മുടെ പൊട്ടറ്റോ, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം.